രാഹുൽ ഗാന്ധി ഇന്നലെ നടത്തിയ വോട്ട് ചോരി ആരോപണങ്ങളുണ്ടല്ലോ. രാഹുൽ പറഞ്ഞത് ഹരിയാനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എന്നിരുന്നാൽ പോലും ബീഹാർ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നതിൻ്റെ തലേ ദിവസമാണ് രാഹുൽ ആരോപണങ്ങളുമായി രംഗത്ത് വന്നത്. അതും നിർണായകമല്ലേ? മായ, നേരത്തെ തന്നെ SIR-മായി ബന്ധപ്പെട്ട പ്രതിപക്ഷം ചില ആശങ്കകൾ മുന്നോട്ട് വെച്ചിരുന്നു. അതായത് BJP കോൺഗ്രസിനും അത് പ്രതിപക്ഷ പാർട്ടികൾക്ക് സ്വാധീനമുള്ള മേഖലകളിൽ നിന്ന് വോട്ടുകൾ ഒഴിവാക്കുന്നു എന്ന ആരോപണമാണ് അവർ ഉന്നയിച്ചത്. ഇന്നലെ ബീഹാറിന്റെ തലേദിവസം തന്നെ ഈ മാധ്യമങ്ങളെ കാണുമ്പോൾ രാഹുൽ ഗാന്ധി ഹരിയാന മാത്രമല്ല പറഞ്ഞു വെച്ചത്, ബീഹാറിലെ ചില മണ്ഡലങ്ങൾ, ചില പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് വോട്ടുകൾ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ നിന്നുള്ള ചില ആളുകളെ മാധ്യമങ്ങൾക്ക് മുൻപിലേക്ക് രാഹുൽ ഗാന്ധി കൊണ്ടുവരികയും ചെയ്തു. 183 വോട്ടുകൾ ചില ഗ്രാമങ്ങളിൽ തന്നെ ഒഴിവാക്കി എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി ആരോപണമായി ഉന്നയിക്കുന്നത്. ഹരിയാനയിലെ സംബന്ധിച്ച് ഹരിയാനയിൽ സ്വാഭാവികമായും കോൺഗ്രസ് ജയിക്കേണ്ട ചില മണ്ഡലങ്ങളായിരുന്നു. 22 വോട്ട് മുതൽ 4200 വോട്ട് വരെ ആ വോട്ടുകൾക്ക് പരാജയപ്പെട്ട മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ഒരു അന്വേഷണം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ, രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്നത്. അതിൽ നിന്നാണ് നേരത്തെ സൂചിപ്പിച്ചിരുന്ന പോലെ തന്നെ 25 ലക്ഷം വോട്ടുകൾ ഒഴിവാക്കി അല്ലെങ്കിൽ വോട്ട് മോഷണം നടന്നുവെന്ന ആരോപണം രാഹുൽ ഗാന്ധി ഉയർത്തുകയും ചെയ്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുപക്ഷെ ഇന്ന് അതിന് മറുപടി പറഞ്ഞേക്കുമെന്നുള്ളതാണ് ഒരു വശം. പക്ഷേ ബീഹാറിൽ ഇത് ചർച്ചയാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായും അതിനുള്ള മറുപടി ഇന്നലെ തന്നെ BJP നേതാക്കൾ പലതരത്തിൽ ഡൽഹിയിലാണെങ്കിലും ബീഹാറിലാണെങ്കിലും ഒക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് രാഹുൽ ഗാന്ധി സംസ്ഥാനത്തുണ്ട്. സ്വാഭാവികമായും 3 യോഗങ്ങളിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഈ വിഷയം, ഈ തെരഞ്ഞെടുപ്പ് പോളിംഗ് ബൂത്തിലേക്ക് ജനങ്ങൾ എത്തുന്നു, വോട്ട് ചെയ്യാനായി ക്യൂ നിൽക്കുന്ന, നിരയായി നിൽക്കുന്ന ഒരു സമയത്ത് വീണ്ടും രാഹുൽ ഗാന്ധി അത് സജീവമായി ഉന്നയിക്കാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിൽ ഏത് തരത്തിലുള്ള മറുപടി BJP നൽകും എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. ഏതായാലും ജനങ്ങൾക്കിടയിലേക്ക് തങ്ങളുടെ വോട്ടുകൾ, ഒരു വിഭാഗം ജനങ്ങൾ പറയുന്നത് ഇത്തരത്തിലൊരു ശുദ്ധീകരണം വേണം എന്ന് തന്നെയാണ്. കാരണം വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഇപ്പോഴും കുടിയേറി പാർത്ത നിരവധി ആളുകൾ ബീഹാറിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഒക്കെ തന്നെ ഉണ്ട്. അവരൊക്കെ തന്നെ എന്തിന് ഈ സംസ്ഥാനത്ത് നിൽക്കണം, അവരത് തൊഴിൽ ചെയ്തു പോകട്ടെ, മറിച്ച് അപ്പുറത്തേക്ക് ഈ സംസ്ഥാനത്തിന്റെ ഭാഗമായി വോട്ട് ചെയ്തു പോകുന്നു എന്നുള്ളതാണ് അവരുടെ ആരോപണം. അതിനൊക്കെ തന്നെ പരിഹാരമാകാൻ SIR കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം കൂടിയുണ്ട്. മറുവശത്ത് ന്യൂനപക്ഷങ്ങളെ തെരഞ്ഞുപിടിച്ച് അല്ലെങ്കിൽ ഇത്തരത്തിൽ കുടിയേറി പാർത്ത ജനവിഭാഗങ്ങളെ തെരഞ്ഞുപിടിച്ച് അവരുടെ വോട്ടവകാശം ഇല്ലാതാക്കുന്നു എന്ന ആരോപണം പ്രതിപക്ഷ പാർട്ടികളും മറ്റു ചില വിഭാഗങ്ങളും ശക്തമായി ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെ തന്നെ RJയുടെ ഭാഗത്തുനിന്നുണ്ടായ പ്രതികരണം എന്നത് ദളിത് വോട്ടുകൾ കൂടുതലായി ഒഴിവാക്കപ്പെടുന്ന ഒരു സാഹചര്യം, അതായത് BJPക്ക് സ്വാധീനമില്ലാത്ത സ്ഥലങ്ങളിലെ ദളിത് വോട്ടുകൾ പൂർണ്ണമായും ഒഴിവാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്ന ആരോപണം രാഷ്ട്രീയ പാർട്ടികൾ, പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തുമൊക്കെ ചെയ്യുന്നുണ്ട്.